ഈ ലുക്ക് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മമ്മൂക്കയുടെ DNA ആയ ഒരാളാണ് DNA എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത്. നമ്മൾ ഇനി റിലീസ് ആവാനിരിക്കുന്ന ചിത്രത്തിലേക്ക്. അപ്പം സുരേഷ് സാർ പറയാത്ത രണ്ടുപേരെ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് വിളിക്കണം എന്ന്. അഷ്ക സൗദാൻ and Hana Reggie Koshi. Hana, please go. അഷ്കർ നല്ലൊരു ഗൈഡ് നൽകിക്കൊണ്ട് അവരെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. DNA എന്ന ചിത്രത്തിന്റെ TS സുരേഷ് ബാബു സംവിധാനം നിർവഹിച്ച് KV അബ്ദുൽ നാസർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന DNA-യുടെ ഹീറോ ആൻഡ് ദ ഹീറോയിൻ അഷ്കറിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുന്നു. ഈ ലുക്ക് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മമ്മൂക്കയുടെ DNA ആയ ഒരാളാണ് DNA എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത്. മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്ക സൗദാൻ. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞതും ഈ ഒരു മുഖത്തിന്റെ ഉടമയായിരുന്നു. കാരണം മമ്മൂക്കയുടെ അതേ ലുക്കുള്ള, മമ്മൂക്കയുടെ മാനറിസം ഉള്ള, മമ്മൂക്കയുടെ ശബ്ദത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ശബ്ദത്തിനുടമ ആര് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ തിരയായിരുന്നു. ആ ഉത്തരമാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. പ്ലീസ് 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 ബി ഓൺ ദ സെന്റർ പ്ലീസ്. രണ്ടുപേരും. സോ ഞാൻ കൈമാറട്ടെ, മൈക്ക് കൈമാറുന്നു. അഷ്ക, വാട്ട് യു ഹാവ് ടു സേ? നമസ്കാരം. വലിയൊരു ക്രൗഡാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. കാരണം കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, അതുപോലെ വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിന് വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളുണ്ട്, എൻ്റെ KV അബ്ദുൽ നാസർ ബോസ്, ബെൻസി പ്രൊഡക്ഷൻസ്. ആ ഒരു മനുഷ്യനാണ് അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ എന്നെ കൊണ്ടുവരണം, നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം. അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു DNA ഈ ഒരു ഇത്ര വലിയ ലുലു മാളിൽ ഇത്രയും പ്രേക്ഷകരല്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യനും കൊണ്ട് മാത്രമാണ്. ഞാൻ അതെൻ്റെ ഒരു സങ്കടമാണ്, എൻ്റെ ഭയങ്കര ഒരു സെൻറ്റിമെൻസാണ്. കാരണം ആ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ അഷ്കർ സൗദാൻ ഇല്ല. കാരണം DNA എന്ന് പറഞ്ഞ പടം അത്രത്തോളം സെൻറ്റിമെൻസ് ഉള്ള സിനിമയാണ്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ്. കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്തത് TS സുരേഷ് ബാബു സാറ് എന്നെ നായകനാക്കുമെന്ന് പറഞ്ഞപ്പോൾ AK സന്തോഷ് സാറ് എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നു. രവിചന്ദ്രൻ സാറ് അതിൻ്റെ ഒരു രവിചന്ദ്രൻ സാറ് ക്യാമറമാനെ വന്നു. ഇത്ര വലിയൊരു വേദിയിൽ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇത് ട്രെയിലർ ലോഞ്ചാണ്, ഇതിൻ്റെ ഓഡിയോ ലോഞ്ച്. കാരണം ഞാൻ ലുലുമാളിൽ കൂടി ഇങ്ങനെ നടന്നിട്ടുണ്ട് ഓൾറെഡി. കാരണം ഇത്ര ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട്. കാരണമൊന്നുമില്ല, അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു പടമാണ്. കാരണം 3-4 വർഷമായി ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ പുറകെ നടക്കുന്നത്. ഞാനൊരുപാട് സെൻറ്റിമെൻസ് ആകുന്ന ഒരാളാണ് കാരണം വിചാരിക്കുന്നത്. കാരണം ബെൻസി പ്രൊഡക്ഷൻസ് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി സാറെ ഏറ്റെടുത്ത പോലെ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 3-4 പ്രോജക്റ്റ് ബെൻസി പ്രൊഡക്ഷൻ്റെ ഇതിലുണ്ട്. അയ്യോ ഗോകുല സാറ് വരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിൽ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നതിലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ ട്രെയിലർ ലോഞ്ചും ഓഡിയോ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. വളരെ സന്തോഷം. ഒരുപാട് വലിയ ആൾക്കാർ വന്നു. എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ട ഒരുപാട് വലിയ വ്യക്തികൾ വരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ലോഞ്ച് കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. എൻ്റെ എന്താ പറയുക, സന്തോഷം അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന നായികയുടെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സന്തോഷം. ചെറിയതല്ല, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ്. ഞങ്ങൾക്ക് ഇന്നിവിടെ ഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുകയാണ്. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ ഇതാ സ്വാഗതം ചെയ്യുകയാണ്. കാരണം TS സുരേഷ് ബാബു സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ നിർവഹിക്കണം എന്നുള്ളത്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് ഞങ്ങളെല്ലാവരും ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് വി ആർ താങ്കിങ് യു സോ മച്ച് സർ. താങ്ക് യു.
ആ ഒരു സന്തോഷവും അറിയിക്കുന്നു. ഇനി ഹന്ന 2 വാക്ക് DNA പറ്റി പറഞ്ഞതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സോ ജസ്റ്റ് 1 minute ഓഫ് ടൈം. താങ്ക് യു മീര. സോ ഇവിടെ ലുലു മോളിൽ ബേസിക്കലി കൊച്ചിക്കാരിയാണ്, ലുലുവിൽ സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ്. സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ DNA എന്ന് പറഞ്ഞൊരു വലിയ പ്രോജക്റ്റ്, ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചിന് ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം. ബിഗ് താങ്ക്സ് ടു ദ എൻറ്റയർ ടീം. താങ്കിങ് പറയുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ദ ഡയറക്ടർ, പ്രൊഡ്യൂസർ, എവറി സിംഗിൾ പേഴ്സൺ, റൈറ്റർ, DOP, എവറി വൺ. പറയാനാണെങ്കിൽ 1 minute പോരാ. So thanking everyone from the bottom of my heart, to my co-star, to Lakshmi Roy, to every single person who has acted with me. Thank you for supporting. നിങ്ങളെല്ലാവരും, എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, ബക്രീദിന് 14-ാം തീയതി റിലീസാവുകയാണ് DNA. നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി. ലൈക്ക് ദാറ്റ് ബി എ ബിഗ് തിങ്. തിയേറ്ററിൽ പോവുക, കാണുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. ദാറ്റ്സ് ഓൾ വി വാണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you so much.